ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ കുറേ ദിവസം എന്ന് വെച്ചാൽ കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ്, ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം എൻ്റെ സ്റ്റോറീസൊക്കെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ സ്റ്റോറീസൊക്കെ കാണുന്നുണ്ടാകും. ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു റേപ്പ് നടന്നിട്ടുണ്ട്, അപ്പം കൊൽക്കത്തയിൽ വെച്ചിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ അധികം കേൾക്കാറുള്ളത് നഴ്സുമാരെ എതിരെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ അവരെ കോളർക്ക് കയറി പിടിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ അതൊക്കെ മാറി ഇപ്പം വരുന്ന ന്യൂസുകൾ ഫുള്ളും ഡോക്ടർമാരെ കൊന്നു, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് അവരെ പീഡിപ്പിച്ചു എന്നുള്ള കേസുകളാണ് കൂടുതലായിട്ട് നമ്മൾ കേട്ട് വരുന്നത്. അപ്പം അത്രത്തോളം അതപ്പതിച്ചിരിക്കാണ്ടോ നമ്മുടെ സമൂഹം ഇപ്പം. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ഒരു ട്രെയിനി ആയിട്ടുള്ള ഡോക്ടർ ട്രെയിനിങ് കഴിയുമ്പോൾ തന്നെ ഇപ്പം നല്ലോണം ലേറ്റ് ആകും. അപ്പം ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഈ MBBS പഠിക്കുന്ന കുട്ടികൾ ട്രെയിനിങ് സമയത്ത് അവരെ പോലെ തന്നെ അവരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ജോലി കഴിഞ്ഞു നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ സൗകര്യക്കുറവുള്ളത് കൊണ്ട് തന്നെ സെമിനാർ ഹാളിൽ പോയിട്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ആയിട്ടും ഈ ഒരു കുട്ടീനെ കണ്ടപ്പം അവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സെമിനാർ ഹാളിൽ പോയി ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച, ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടാണ് കണ്ടത്. ഡ്രസ്സൊന്നും ഇല്ലാതെ പല സ്ഥലങ്ങളിലും മാരകമായ ഇഞ്ചുറീസ് ആണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു പാരൻസ് ഒക്കെ ആവുമ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലും ചില ആൾക്കാർ പാരൻസ് ആയിരിക്കും, ചില ആൾക്കാർ പാരൻസ് ആവാത്തവരായിരിക്കും. എന്തായാലും അപ്പം ആ ഒരു പാരൻസിൻ്റെ ഇപ്പം ആ ഒരു കുട്ടീൻ്റെ മാതാപിതാക്കളുടെ കാര്യമൊക്കെ നമ്മൾ ആലോചിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഈ കുട്ടീനെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക. നല്ലോണം കഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഇപ്പം നമ്മളെ പഠിപ്പിച്ചത് തന്നെ നമ്മളെ പാരൻസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് അറിയാലോ. അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഒരു MBBS സ്റ്റുഡൻറ്റ് ആക്കണമെങ്കിൽ അപ്പം അവരെത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു സ്ട്രഗിളിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കുട്ടീൻ്റെ ഡെത്താണ് കേൾക്കുന്നത്. അപ്പം അത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാണ്. പക്ഷെ നമ്മുടെ സമൂഹം പണ്ട് കാലത്ത് നിന്ന് നല്ലോണം മാറിയിട്ടാണ് ഉള്ളത്. അപ്പം അവർക്കെതിരെ കേസുകൾ കൊടുത്താൽ പോലും അവർ സിമ്പിളായിട്ട് അതിന് ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ കേസ് നമുക്ക് എടുത്താൽ അറിയാം. അതും മാരകമായി പല സ്ഥലങ്ങളിലും എന്താക്കിയിട്ടുണ്ട്, ഇഞ്ചുറീസ് ആക്കിയിട്ടുള്ള ന്യൂസാണ് നമ്മൾ കണ്ടത്. അപ്പം അത് കുറച്ചായി, അതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു ന്യൂസ് നമ്മളിപ്പം കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെ പോലീസിൽ അറിയപ്പെടാത്ത കുറേ കേസുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും സേഫ് അല്ല നിൽക്കാൻ വേണ്ടിയിട്ട്. രാത്രി പുറത്തിറങ്ങുമ്പം ഒറ്റയ്ക്കൊന്ന് നടക്കാൻ പോലും നമുക്ക് എല്ലാവർക്കും പേടിയാണ്. സ്ത്രീയാണ് ഇപ്പം ഇറങ്ങുന്നതെങ്കിൽ അവർ അത്രത്തോളം ഭയത്തോട് കൂടിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും എന്താകുക, അവർക്കുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ അവരെ ആ ഒരു കൺട്രിയിൽ പെട്ടെന്ന് തന്നെ അവിടെ വെച്ചിട്ട് തന്നെ തീർക്കലാണ് പതിവ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അങ്ങനത്തെ കുറ്റം ചെയ്താണ് പെട്ടെന്ന് തന്നെ അവർ രാഷ്ട്രീയ ബലം കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അതൊക്കെ മാറി ഇന്ത്യ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അത്യാവശ്യം സേഫ്റ്റി കൊടുക്കുക. അപ്പോൾ സ്ത്രീകളെ കേസാണ് കേട്ടോ മെയിനായിട്ട് നമ്മളിപ്പം കണക്കാക്കേണ്ടത്. അവർക്കാണ് തീരെ സേഫ്റ്റി ഇല്ലാത്തത്. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ രാജ്യത്ത് എന്തായാലും എന്താ പറയുക, കൂടുതൽ നഴ്സുമാരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഉണ്ടാവില്ല. നഴ്സുമാർക്കും ഇതേ സെയിം സ്ട്രഗിൾ തന്നെയാണ് കേട്ടോ അവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ സാലറി ആണെങ്കിലും ഇവിടെ പറ്റ കുറവാണ്. 15-20 50,000 20,000 സാലറി മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ബ്രദറും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇവിടെ ഒരു മാക്സിമം സാലറി എങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അധിക ഡോക്ടേഴ്സ് ആണെങ്കിലും അധിക നഴ്സുമാരാണെങ്കിലും പുറമേക്ക് പോകാനാണ് നോക്കുന്നത്. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവർ അത്രത്തോളം പഠിച്ച് ഈ ഒരു പ്രൊഫഷനിൽ എത്തിയിട്ടും അവർക്ക് വേണ്ട സാലറി കൊടുക്കുന്നില്ല. അപ്പം അതിനൊക്കെ മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്.
അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളെ നോക്കാനും ഇവിടുത്തെ ആൾക്കാരെ പരിശോധിക്കാനുള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണേണ്ടത് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ന്യൂസസ് ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പറയാം, നമ്മളെ ഒപ്പീനിയൻ നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി തോന്നി. ഇപ്പം ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഒന്നിലധികം ന്യൂസസാണ് നമ്മൾ ഈ ഒരു ഇതിൽ കേൾക്കുന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടങ്ങളാണ്. പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ ഓഗസ്റ്റ് 15 നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. പക്ഷെങ്കിൽ അപ്പോൾ ഈ ഒരു ആഘോഷം മാത്രമാണ് നടക്കുന്നുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള നമുക്കുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഒന്നും നമുക്കില്ല. ഇപ്പം ഏത് സമയത്തും വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് പുറമേയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനോ ആ ഒരു സ്വാതന്ത്ര്യം ഈ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഫങ്ഷനായിട്ട് ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട് എന്നല്ലാതെ പുറമെ നമ്മൾ ന്യൂസുകൾ നോക്കുമ്പോഴൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ആഘോഷിക്കാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം അത്രത്തോളം ദയനീയമായിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ കേൾക്കാതെ പോകുന്ന പല ന്യൂസുകളും ഉണ്ട് കേട്ടോ. പുറത്തറിയപ്പെടാത്ത പല ന്യൂസുകളും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും അതിന് ഒരു അവസാനം വേണം. കാരണം എല്ലാ പേരൻസും അവരുടെ മക്കളെ വളർത്തുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടും കുറേ ഡ്രീംസ് കുറേ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ്. അപ്പം ഞാനും ഒരു പേരന്റ്, അപ്പം ഞാനും ഇപ്പം എൻ്റെ മക്കളെ വളർത്തുമ്പം അത്രത്തോളം ആഗ്രഹങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെ ആക്കണം എൻ്റെ മക്കളെ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും. അപ്പം ഈ ഒരു ഡോക്ടർക്ക് വന്ന അല്ലെങ്കിൽ പല ഡോക്ടേഴ്സിന് ഇന്ന് വരെയുള്ള കുറേ ഡോക്ടേഴ്സിന് ഈ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, ഇതിനെതിരെ പോരാടുകയാണ് കേട്ടോ വേണ്ടത്. നമ്മളെല്ലാവരും പോരാടുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ നമ്മളിപ്പം ജസ്റ്റ് വെറുതെ ഒരു ന്യൂസ് വായിക്കല്ലേ, ന്യൂസ് കേട്ടോണ്ട് നിന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ എന്താക്കണം, ഇതിനെതിരെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളും എന്താക്കണം, അവരൊപ്പം ഇറങ്ങിയിട്ട് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുള്ളൂ. അല്ലാതെ വീടിൻ്റെ ഉള്ളിൽ വെറുതെ ന്യൂസുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്വയം മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കിയിട്ടോ ഒന്നും ഇങ്ങനെയല്ല സ്വയം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടോ വീട്ടിലിരുന്ന് പറഞ്ഞിട്ടോ അതിനൊന്നും പ്രത്യേകിച്ച് കാര്യം ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ അല്ലെങ്കിൽ പുറത്ത് ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി പറയാൻ നോക്കുക. ഇപ്പം ബോയ്സിനാണെങ്കിൽ ബോയ്സിനോട് പറയുന്നില്ല. ഇപ്പം നേരത്തെ കാലത്ത് വൈകി പെൺകുട്ടികൾ റോഡുമ്മ കൂടെ നടക്കുമ്പം ഇത്ര സമയം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നടക്കാൻ പാടില്ല എന്നല്ല പറയരുത്. പുരുഷന്മാരെ അത് നമ്മൾ അല്ലെങ്കിൽ ആണുങ്ങൾ നമ്മളിത് പറഞ്ഞ് ഇതാക്കുകയാണ് വേണ്ടത്, മനസ്സിലാക്കിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഒരു സ്ത്രീ രാത്രിയിൽ നടന്ന് പോകുമ്പോൾ പിറ്റേ ദിവസം ഈ സ്ത്രീയെ റേപ്പ് ചെയ്തു എന്നുള്ള കേസ് നമ്മൾ നെക്സ്റ്റ് ഡേ കേൾക്കേണ്ട അവസരം വരാതിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യമാണോ ചെയ്യാൻ പറ്റുക അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാളും പറയുന്നില്ല രാത്രി ആണുങ്ങളോട് നേരത്തെ കാലത്ത് വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ സ്ത്രീകളോട് എന്താ പറയുന്നത്, ഇത്ര സമയത്തിനുള്ളിൽ നീ വീട്ടിലെത്തിയിരിക്കണം. ആ ഒരു ടോക്കാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല നല്ല നല്ല ഡോക്ടേഴ്സിനാണെങ്കിലും നല്ല നല്ല നേഴ്സുമാരാണെങ്കിലും നല്ല വ്യക്തികളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ. അല്ലാതെ കുറേ രാഷ്ട്രീയക്കാരൊക്കെ വലിയ കുറച്ച് ക്യാഷ് എറിഞ്ഞാൽ ഈ ഇത്രത്തോളം മൃഗീയമായിട്ട് ചെയ്യുന്ന ആൾക്കാരെന്താക്കുക രക്ഷപ്പെടുത്തുന്ന സമൂഹമാണ് കേട്ടോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അവരെന്തായാലും കുറ്റവാളി തന്നെ ആയിരിക്കും. പക്ഷെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ വ്യക്തികളെ ഓരോ നല്ല നല്ല വ്യക്തികളെ ഇങ്ങനെ ഇല്ലാതാക്കുമ്പം അവരെ വീട്ടിലുള്ള സാഹചര്യം നമ്മളൊന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് നഷ്ടമാവുന്നത് നല്ല കുറച്ച് ആളുകളെയും നല്ല മറ്റുള്ളവരിലേക്ക്
പല കാര്യങ്ങളും നല്ലതായിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു അവസാനം ഉണ്ടാകുള്ളൂ. അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള അഭിപ്രായം കമൻറ്റിലൂടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം മാക്സിമം ഇനിയെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവണം. കാരണം നമ്മൾ ഓരോ ദിവസവും കേരളത്തിലും ഇതുപോലെ കുറേ നടക്കുന്നുണ്ട്. പിന്നെ ഇതിനെതിരെ സമരവും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഈ ഒരു ന്യൂസൊക്കെ ക്ലോസ് ആയി. പിന്നെ നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു റേപ്പ് കേസിന് അടുത്ത കേസ് വരുമ്പോഴാണ് ഇത് പിന്നെയും പൊങ്ങുന്നത് കേട്ടോ. അപ്പം ആർക്കും ഒരു സേഫ്റ്റി ഇല്ല. ഹോസ്പിറ്റലാണെങ്കിൽ പോലും പുറമേ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള റൂംസോ അല്ലെങ്കിൽ ടോയ്ലറ്റ്സോ ഒന്നുമില്ല. അപ്പം ഈ ഒരു കുട്ടിയും ആ സെമിനാർ ഹാളിൽ പോയി കിടക്കേണ്ട ഇതന്നെ അവിടെ കിടക്കാൻ വേണ്ടി സ്ഥലമോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനുള്ള സ്ഥലമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ സെമിനാർ ഹാളിൽ പോയിട്ട് ആ കുട്ടി കിടന്നത്. അപ്പം ആ കുട്ടി തന്നെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഈ ഒരു ഇതുണ്ടാകും എന്നുള്ള ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളൊക്കെ പറയുന്ന പോലെ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇത്രത്തോളം വേദന സഹിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പം എന്താ ചെയ്യുക, നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ആകുമ്പം ആർക്കും ഒരു സേഫ്റ്റി ഇല്ല. ഇപ്പം ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും മാത്രമല്ല കേട്ടോ, ഓരോ ചെറിയ കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് പോലും ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ആഗ്രഹം മാത്രമല്ല, നമ്മളെപ്പോലും അവർ എന്താക്കും, മൃഗീയമായി ഇഞ്ചുറീസ് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ആരും ഈ സമൂഹത്തിൽ സേഫ്റ്റി ആയിട്ടോ അല്ലെങ്കിൽ അത്രത്തോളം സേഫ് ആയിട്ടോ അല്ല ഉള്ളത്. അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റി കരുതൽ എന്തായാലും നിർബന്ധമാണ്. അപ്പം ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ സേഫ്റ്റി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറേ എല്ലാവരും ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും പുറത്തേക്ക് ജോബ്സിന് പോവുകയും അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല ഡോക്ടേഴ്സിനെ നല്ല നല്ല വ്യക്തികളെയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് ഇതിനെതിരെ എല്ലാവരും പോരാടണം കേട്ടോ. എന്തായാലും ഇതിനൊരു അവസാനം വേണം. അല്ലാതെ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ആർക്കും ഈ ഒരു സമൂഹത്തിൽ നിൽക്കാൻ പാടില്ല. കാരണം പറ്റില്ല. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും ഡോക്ടേഴ്സിനോ നേഴ്സുമാരോ മാത്രമല്ല, നമ്മൾ പൊതുജനങ്ങളെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് തോന്നും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് കാണാത്തവരാണെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.